പാലക്കാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിട്ടും മൂന്നാം സ്ഥാനത്ത് പോയത് CPIM പരിശോധിക്കണമെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം. പി സരിനു വേണ്ടി സാമുദായിക ധ്രുവീകരണ പ്രചാരണം വരെ നടന്നു. ഇത്തരം പ്രചാരണങ്ങൾ മതേതര കേരളത്തിന്റെ മനസാക്ഷിയെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ചേലക്കരയിലെ കുറഞ്ഞ ഭൂരിപക്ഷം അസംതൃപ്തി വോട്ടർമാരുടെ നിലപാടാണെന്നും ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാർ പരിശോധിക്കണമെന്നുമാണ് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ആവശ്യപ്പെടുന്നത്. AK അഭിലാഷ്, എഡിറ്റോറിയൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സുജിയ, മഹാരാഷ്ട്രയിലെയും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ സമസ്ത മുഖപത്രം ഇത്തരത്തിൽ നിന്നൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് BJPയുടെ നേട്ടം ഏത് തരത്തിലായിരുന്നു ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ശേഷം പ്രാദേശിക നേതൃത്വത്തിലേക്കും അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയത്തിലേക്കും അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവർക്ക് ആ നേട്ടം അവിടെ ഉണ്ടായിരിക്കുന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് കൂടി അദ്ദേഹം ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഇതിൽ പ്രധാനമായും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് പോലും പാലക്കാട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ സാമുദായിക വിഷയങ്ങൾ, അതായത് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പാലക്കാട്ട് നടന്നു. അത് ഈ സമൂഹത്തിൽ വലിയ തരത്തിൽ അടിത്തട്ടിൽ തന്നെ വലിയ തരത്തിൽ പോറലേൽപ്പിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് ഈ മുഖപത്രം പറയുകയും ചെയ്തത്. ഏതായാലും നമുക്കറിയാം, ഈ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് നേരത്തെ LDFന്റെ പരസ്യം വരികയും അതിനെ തുടർന്ന് മുസ്ലിം ലീഗിനകത്തും അതോടൊപ്പം തന്നെ സുപ്രഭാതത്തിൻ്റെ അകത്തും സമസ്തയ്ക്കകത്തും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമസ്തയുടെ എഡിറ്റോറിയൽ തന്നെ ഇത്തരത്തിലൊരു കാര്യങ്ങളിൽ വിശദീകരണം നൽകിക്കൊള്ളുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരു തരത്തിൽ ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നതെന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ചേലക്കരയിലെ വിജയം, അതായത് ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയാനുണ്ടായിരുന്ന കാരണം അത് അസംതൃപ്തി വോട്ടർമാരുടെ ഈ ഭരണവിരുദ്ധ തരംഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, എഡിറ്റോറിയൽ പറയുന്നത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ സർക്കാർ പരിശോധിക്കണം. നേരത്തെ തന്നെ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്ന വോട്ട് കുറഞ്ഞതടക്കം പരിശോധിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഈ എഡിറ്റോറിയൽ സൂചിപ്പിക്കുകയും ചെയ്തത്. സുജിയ, ശരി. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.